ജൂതന്മാർക്ക് ബൈത്തുൽ മുഖദ്ദസുമായിട്ട് ഒരു ബന്ധവുമില്ല. അതാദ്യം പഠിച്ചോളി. ജൂതന്മാർക്ക് ബൈത്തുൽ മുഖദ്ദസുമായിട്ട് ഒരു പുലബന്ധം പോലുമില്ല. ചരിത്രത്തിന്റെ ഏത് താളുകൾ വേണം നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളി. അത് ഇസ്ലാമിനെ തകർക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊരു ലക്ഷ്യം അവരുടെ മുന്നിലില്ല. ജൂതമതത്തിലേക്ക് ആളുകൾ ഇടിച്ചു കയറാൻ പറ്റില്ല. പാരമ്പര്യമായി ജൂതായുസമായി വളർന്നു വരുന്നവരെ മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ. അവർ വിജയിച്ചാൽ ഭയങ്കരമായി ആഘോഷിക്കും, പരാജയപ്പെട്ടാൽ വേറും നികൃഷ്ടരായി അവർ നിലംപതിച്ചു കിടക്കും. അതായത് ഒരു ജൂതനെ പിടിച്ച് തോറ്റുപോയ ഒരു ജൂതനെ പിടിച്ചു കൊണ്ടുവന്ന് കരടാ അവിടെ കിടത്തിട്ട് ഞാൻ കല്ലെടുത്തോണ്ട് വരട്ടെ, കിടന്നോണം. ആ കല്ലെടുത്ത് കൊണ്ടുവന്ന് ഇവനെ ഇടിച്ചു കൊല്ലുന്നവരും അവിടെ കിടക്കും, എഴുന്നേറ്റ് പോകില്ല. അതാണ് ജൂതന്മാർ. ജയിച്ചാൽ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കും, പരാജയപ്പെട്ടാൽ അതാണ് ജൂതന്റെ സിസ്റ്റങ്ങൾ. അത് പഠിക്കണം, അവർ ചരിത്രങ്ങൾ മനസ്സിലാക്കണം. ചെറിയ ചരിത്രമല്ല, ചരിത്രം വലുതാണ്. ചരിത്രം നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. നമ്മളിൽപ്പെട്ടവർ പോലും പറയും അവരെന്തിനെ കാണിക്കാൻ പോയത്, ഈ ഹമാസുകാരെന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത്, ഇവരെന്തിനാ അങ്ങനെ പ്രവർത്തിക്കാൻ പോയത്, അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ സംഭവിച്ചത്. ബഹുമാനമുള്ള സഹോദരി, അടുത്ത സമയത്തിനുള്ളിൽ ഈ ഹമാസിന്റെ പ്രതികരണം ഉണ്ടാകുന്നതിന് മുമ്പ് 200ഓളം പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും പലസ്തീനികളായ പെൺമക്കളെയും ആൺമക്കളെയും കൊന്നൊടുക്കിയ ചരിത്രം പത്രത്തിൽ നമ്മൾ വായിച്ചില്ല, അത് കണ്ടില്ല. അത് ചായക്കൊരു വട കഴിക്കുന്നത് പോലെ വെറുതെ പിടിച്ചോണ്ട് വരിക, കൊന്നുകളയ, അതിനൊന്നും ആർക്കും ഒരു ചർച്ച ഉണ്ടായില്ല. അങ്ങനെ മാനസികമായി വിഷമിച്ച് വീർപ്പ് മുട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിന് വേണ്ടി അവർ തയ്യാറെടുത്തതെങ്കിൽ ഇതൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിൽ ഉണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇസ്ലാമിക വീക്ഷണത്തിൽ നമ്മളതാ മനസ്സിലാക്കേണ്ടത്. ഇന്ന് അമേരിക്കക്കാരൻ ഹമാസുകാരെ കുറിച്ച് പറഞ്ഞു, കുഞ്ഞു മക്കളെ കൊണ്ടുവന്ന് ജൂതന്മാരുടെ മക്കളെ കൊണ്ടുവന്ന് തല അറുത്തു മാറ്റിയെന്ന്. പെട്ടെന്ന് അവർ തിരുത്തി വൈറ്റ് ഹൗസിൽ നിന്ന് അബദ്ധം പറഞ്ഞു പോയതാണത്. അങ്ങനല്ലേ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യമുള്ളവരാണ് ഈ മക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യം പഠിച്ചവരാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മക്കൾ. അതിന് ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും അവർ മുസ്ലിമീങ്ങൾ തന്നെയാണ്. അവരുടെ നബി ഒന്ന് തന്നെയാണ്. അതിന് ഫലസ്തീന്റെ മക്കളായാലും ഇനി ജോർദാന്റെ മക്കളായാലും മിസ്രിന്റെ മക്കളായാലും ഇസ്രായേലിലുള്ള മുസ്ലിമീങ്ങളായാലും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മുസ്ലിമീങ്ങളായാലും ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, എല്ലാം ഒരൊറ്റ സഹോദരങ്ങളാണ്. ഈമാന്റെ വിഷയത്തിൽ ഒരൊറ്റ സഹോദരങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ മിമ്പറിൽ മെഹ്റാബിൽ നമ്മൾ ഫലസ്തീനു വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? മക്കയിൽ ദുആ ചെയ്യാറില്ലേ? മദീനയിൽ ദുആ ചെയ്യാറില്ലേ? അല്ലാഹുമ്മ അൻഖിദിൽ മസ്ജിദൽ അഖ്സ മിൻ ഐദിൽ യഹൂദി വന്നസ്വാറ, ജൂത നസ്രാനികളിൽ നിന്ന് മസ്ജിദുൽ അഖ്സയെ മോചിപ്പിച്ചതാ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സ്വഹാബാക്കൾ, താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ, അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ, ഇന്നേ വരെ ഉള്ള മഹത്തുക്കൾ പരിശുദ്ധമായ മസ്ജിദുകളിൽ ദുആ ചെയ്യണമെങ്കിൽ ഈ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ ആധിപത്യം ആരുടെ കൈകളിലാണ്? നസ്രാനി ജൂദായിസത്തിന്റെ കൈകളിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ദുആ, അല്ലാഹു ഇത് ഞങ്ങൾക്ക് മോചിപ്പിച്ചതാ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അനുഗ്രഹിച്ച സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദസ്. ഈ ബൈത്തുൽ മുഖദ്ദസ് നബിതങ്ങളുടെ കാലഘട്ടം മുതലേ പ്രശ്നങ്ങളാണ്. നസ്രാനികളാണ് ആദ്യം അത് ഭരിച്ചിരുന്നത്. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് നസ്രാനികളാണ്. ഈ നസ്രാനികളിൽ നിന്ന് ഒരിക്കൽ ഇൻഷാ അല്ലാഹ് മോചനം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നു. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ 6 എണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 1 മൗതി, എന്റെ മരണം. എന്റെ മരണം ലോകാവസാനത്തിന്റെ അടയാളമാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടും, ജൂതന്മാരുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. നബിയുടെ വാക്ക, വല്ലാഹി അത് സഫലമായിട്ടേ ലോകം അസ്തമിക്കും. നബി തങ്ങളുടെ വാക്കാണ്. മൂന്നാമത് താഊൻ അംവാസ്, കൊറോണ പോലുള്ള രോഗങ്ങൾ വ്യാപിക്കും. നാലാമത് ഇസ്തിഫാലത്തുൽ മാൽ, സമ്പത്ത് കണക്കില്ലാതെ ഒഴുകൊണ്ടിരിക്കല്ലേ. ഇതല്ല ഈ പറഞ്ഞ എല്ലാം ഇപ്പൊ ഉണ്ട്. ബൈത്തുൽ മുഖദ്ദസ് മാത്രത്തിന്റെ പരിപാടിയേ ഉള്ളൂ. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് മോചിപ്പിക്കും. 40 വർഷം 1948 മുതൽ ഓരോ 40 വർഷങ്ങളിലും പരിവർത്തനം ഉണ്ടാകുമെന്നാണ് ബുദ്ധിജീവികളായ പണ്ഡിതന്മാർ, മഹാന്മാർ, ആരിഫീങ്ങൾ, ഔലിയാക്കൾ ചരിത്രം പഠിച്ചിട്ട് പറഞ്ഞത്.
അതിൽ ഒരു 40 കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ 40 2027 ആകുമ്പോൾ ഖുദ്സ് മോചിപ്പിക്കപ്പെടും എന്നാണ് ആ മഹാന്മാരായ ആരിഫീങ്ങൾ അവർ ചരിത്രം താരീഖുകൾ പഠിച്ചിട്ട് പറയുന്നത്. അതിന്റെ തുടക്കമാകാം ഇത്. ഇനി ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ ബാക്കിയുള്ളത് ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടലാണ്. ബഹുമാനപ്പെട്ട നബിതങ്ങളുടെ ആഗ്രഹമായിരുന്നു സഹാബാക്കളുടെ കാലഘട്ടത്തിൽ. പക്ഷേ അത് സാധിക്കാതെ വന്നപ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെട്ടു. ക്രൈസ്തവരുടെ കൈകളിലായിരുന്നു അന്ന്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ധൈര്യവും സ്ഥൈര്യവും അവർ മനസ്സിലാക്കിയിട്ട് അവർ കീഴടങ്ങുകയാണ് ചെയ്തത്. യുദ്ധത്തിന് തയ്യാറാകാതെ ബൈത്തുൽ മുഖദ്ദസ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകളിലേക്ക് അവർ ഏൽപ്പിക്കുകയാണ്. ഉടനെ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമഹ്മാ ഇബ്തഗൈനാ ബിഗൈരിഹി അദല്ലനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബൈത്തുൽ മഖ്ദസ് തന്നിട്ട് നമ്മളെ അഭിമാനത്തിൽ എത്തിച്ചിരിക്കുകയാണ്. അല്ലാഹുവിലാണ് നമ്മൾ അഭയം പ്രാപിക്കേണ്ടത്. അവനെ ആരാധിക്കുന്നതിലൂടെയാണ് നമ്മൾ അഭിമാനിക്കപ്പെടേണ്ടത്. അവനെ അല്ലാതെ മറ്റൊരു വസ്തുവിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ അദല്ലനല്ലാഹു, ഇന്ന് ഈ സമയത്ത് അല്ലാഹു നമ്മളെ നിന്ദിക്കുമായിരുന്നു, നികൃഷ്ടനാക്കുമായിരുന്നു. പക്ഷേ ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ ആരാധിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇന്ന് അഭിമാനം നൽകി, ഇസ്സത്ത് നൽകി എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അന്ന് ബൈത്തുൽ മഖ്ദിസ് തന്റെ കൈകളിൽ കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞ വാക്കാണ്. പിന്നെ അതിനുശേഷം വീണ്ടും കുരിശ് യുദ്ധം നടന്നു 200 വർഷക്കാലത്തോളം. ഇന്നത്തെ ഒന്നും ചരിത്രമല്ല ഇത്. ഇപ്പൊ നമ്മൾ 40 വർഷത്തെ ചരിത്രങ്ങൾ നമുക്കറിയുള്ളൂ. 200 വർഷക്കാലത്തോളം കുരിശ് യുദ്ധം നടന്നു. അതിനുശേഷം നൂറുദ്ദീൻ സൻഗി റഹ്മഹുല്ല എന്ന് പറയുന്ന ഒരു മഹാനുഭാവനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്, അടുത്ത ഖുദ്സ് പിടിച്ചെടുക്കാൻ. അദ്ദേഹം ഇടയ്ക്ക് വെച്ച് വഫാത്തായി പോയപ്പോൾ ആ കൊടി ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി റഹ്മഹുല്ലയാണ്. രണ്ടാമത് ഖുദ്സിനെ മോചിപ്പിച്ചത് സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവറുകളായിരുന്നു. രണ്ടാമത് ഖുദ്സിനെ മോചിപ്പിച്ചത്. രണ്ട് സന്ദർഭത്തിലാണ് ബൈത്തുൽ മഖ്ദിസ് നമ്മുടെ കൈകളിലേക്ക് എത്തിയത്. ഇനി മൂന്നാമതൊരു പ്രാവശ്യം ബൈത്തുൽ മഖ്ദിസ് മോചിപ്പിക്കപ്പെടും. അതോടുകൂടി ലോകത്തിന്റെ അന്ത്യവും എത്തും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹു ബൈത്തുൽ മഖ്ദിസ് ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കുക എന്നുള്ളത്. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ചെറിയ കാര്യമല്ല ഇത്. ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ ഒരു തുടക്കം ഉണ്ടാകുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കണമല്ലോ. لا تزال عصابة من أمتي يقاتلون على أبواب دمشق وما حولها وعلى أبواب بيت المقدس وما حولها لا يضرهم خذلان من خذلهم ظاهرين على الحق إلى يوم القيامة. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ഉദിച്ചു വന്നുകൊണ്ടേയിരിക്കും, ഉണർന്നുകൊണ്ടിരിക്കും, വളർന്നുകൊണ്ടിരിക്കും. എന്റെ ഉമ്മത്തിന്റെ ഒരു വിഭാഗം ഡമാസ്കസിന്റെ ഓരോ മേഖലകളിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി അതിന്റെ ഓരങ്ങളിൽ ഓരോ ഭാഗങ്ങളിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ആരെല്ലാം അവരെ തളർത്താനും തകർക്കാനും ശ്രമിച്ചാലും അതെല്ലാം പുല്ലുവില നൽകിക്കൊണ്ട് അതെല്ലാം വലിച്ചെറിഞ്ഞ് ഞങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളുമല്ല, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന വർഗമാണ് എന്ന് മനസ്സിലാക്കി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർ ആ ഖുദ്സിന് വേണ്ടി പോരാടുമെന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അപ്പൊ ഇത് നടന്നുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, തഅതീകും ബഅദി അർബഉ ഫിതൻ.
സ്വഹാബത്തെ, ലോക മുസ്ലിമീങ്ങളെ, എനിക്ക് ശേഷം 4 ഫിത്നകൾ, 4 പ്രശ്നങ്ങൾ ലോകത്തുണ്ടാകും, 4 ഫസാദുകൾ ലോകത്തുണ്ടാകും എന്റെ കാലശേഷം. നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഊല, ഒന്നാമത്, യുസ്തഹല്ലു ഫീഹാ ദിമാഉ, ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു കാലം, ഒരു ഫിത്ന ഉണ്ടാകും, ഒരു കാരണവും വേണ്ട. നമ്മൾ ചിന്തിച്ചു നോക്കിയോളിൻ, ഈ ഹദീസുകൾ പരിശോധിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി നടക്കുന്നത് ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തെ കുറിച്ചാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്ന് സാധാരണക്കാരായ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴിയിലൂടെ ഞാനിത് പറഞ്ഞു തരികയാണ്. ഹദീസിന്റെ വീക്ഷണത്തിൽ ഭൗതികമായ ചർച്ചകളോ വാർത്താ മാധ്യമങ്ങളോ ഒന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഒരുപക്ഷെ ഹദീസുമായി കൂടുതൽ അവഗാഹം നിങ്ങൾക്ക് ഇല്ലാതെ പോയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന 1-2 ഹദീസുകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം 4 ഫിത്നകൾ പൊട്ടിപ്പുറപ്പെടും. അതിലൊന്ന് യുസ്തഹല്ലു ഫീഹാ ദിമാഉ എന്ന് പറഞ്ഞാൽ രക്തം ഹലാലാവുന്ന ഒരു സാഹചര്യമായിരിക്കും എന്ന് പറഞ്ഞാൽ വെറുതെ കൊന്നുകളയ. ഇന്നത്തെ സാഹചര്യമാണോ അല്ലയോ എന്ന് മനസ്സിലായിക്കോളെ. വസാനിയ, രണ്ടാമത്, യുസ്തഹല്ലു ഫീഹാ ദിമാഉ വൽ അംവാൽ, മനുഷ്യനെ കൊല്ലുക മാത്രമല്ല അവരെ കൊന്നൊടുക്കിയിട്ട് അവരുടെ സമ്പത്ത് കൂടി പിടിച്ചെടുക്കുന്ന ഒരു കാലം, ഒരു ഫിത്ന എനിക്ക് ശേഷം ഉണ്ടാകും സ്വഹാബത്തെ. മൂന്നാമത്, വസാലിസതു യുസ്തഹല്ലു ഫീഹാ അദ്ദിമാഉ വൽ അംവാലു വൽ ഫുറൂജു, എന്റെ സമുദായത്തെ കൊന്നൊടുക്കുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുകയും അവരുടെ വീടുകളും അവരുടെ ഭവനങ്ങളും സാമ്പത്തിക മേഖലകൾ മുഴുവൻ പിടിച്ചെടുക്കുന്നതിനോടൊപ്പം വൽ ഫുറൂജു, അവരുടെ ഉമ്മമാരെയും പെങ്ങന്മാരെയും പെൺമക്കളെയും മാതാക്കളുടെയും മാനം കവർന്നെടുക്കുന്ന ഒരു കാലം സംജാതമാകും സ്വഹാബത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, ഇതിപ്പോ ഫലസ്തീൻ എന്ന് മാത്രം നിങ്ങൾ നോക്കണ്ട, ഇത് നമുക്ക് ഇന്ത്യയിലും ആകാം, ഇത് മണിപ്പൂരിലും ആകാം, ഇത് ഗുജറാത്തിലും ആകാം, ഇത് ഡൽഹിയിലും ആകാം, ഇത് കേരളത്തിലും ആകാം, ഇത് ഉത്തരേന്ത്യയിലും ആകാം, ഇതെല്ലാം ആകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ സമ്പത്ത് പിടിച്ചെടുക്കും, വീട് പിടിച്ചെടുക്കും, മനുഷ്യനെ കൊല്ലും, ആൺമക്കളെ കൊല്ലും, പെൺമക്കളുടെ മാനം കവർന്നെടുക്കപ്പെടും. അങ്ങനെ ഒരു ഫിത്ന ഫസാദ് ലോകത്തുണ്ടാകാതെ ലോകം അസ്തമിക്കുകയില്ല. എന്റെ കാലശേഷം നിങ്ങൾ പ്രതീക്ഷിച്ചോളി, അത് നിങ്ങൾക്ക് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്താണ്. നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സമ്മാഉ അംയാഉ മുത്ബിഖത്തുൻ തമൂറു മൗറൽ ബഹർ തമൂറു മൗറൽ മൗജ് ഫിൽ ബഹരി ഹത്താ ലാ യജിദ അഹദുൻ മിനൻ നാസി മിൻഹാ മൽജഉൻ وتغشى العراق تطيف بالشام وتخبط الجزيرة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാലാമത്, കണ്ണും കാതുമില്ലാത്ത യുദ്ധം, അന്ധമായ യുദ്ധം, സമ്മാഉ ഉംയാഉ മുത്ബിഖത്തുൻ, അട്ടിയട്ടിയായിട്ട് കൊന്നൊടുക്കുന്ന യുദ്ധമായിരിക്കും. ചിന്തിച്ചു നോക്കിയാൽ ഇന്നത്തെ സംഭവമാണോ ഇല്ലയോന്ന്. കണ്ണില്ല, കുഞ്ഞെന്നില്ല, തള്ളയെന്നില്ല, വൃദ്ധനെന്നില്ല, വൃദ്ധകളെന്നില്ല, അന്ധമായ യുദ്ധമായിരിക്കും. ഒരു നീതിയും അവിടെ പുനഃസ്ഥാപിക്കപ്പെടുകയില്ല. അങ്ങനത്തെ ഒരു യുദ്ധമായിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്ബിഖ, തുടരെ തുടരെ നടന്നുകൊണ്ടേയിരിക്കും. തീർന്നു, വെടിനിർത്തി എന്ന് കരുതും, അഭയാർത്ഥിയിലേക്ക് ബൈക്കോളി എന്ന് പറയും, അങ്ങോട്ടേക്ക് അവരിടും. തുടരെ തുടരെ അട്ടിയട്ടിയായി അവർക്കെതിരെ കൊലവിളി നടന്നുകൊണ്ടേയിരിക്കും. ഹത്താ ലാ യജിദ അഹദുൻ മിനൻ നാസി മിൻഹാ മൽജഉൻ, നിങ്ങൾ ഒരാളുടെ ഭാഗത്തു നിന്നും ആ യുദ്ധമുഖത്ത് പിടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കളടക്കം, വൃദ്ധകളടക്കം, വൃദ്ധന്മാരടക്കം, സ്ത്രീകളടക്കം, അഭയാർത്ഥികൾ അടക്കമുള്ളവർ വെള്ളം കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയും ചികിത്സ കിട്ടാതെയും അവർ നിലവിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു സന്തോഷത്തിന്റെ, ഒരു വർത്തമാനത്തിന്റെ ഒരംശമെങ്കിലും മുസ്ലിം ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ലോകത്തിന്റെ പ്രവാചകം പ്രഖ്യാപിച്ചത് കൊണ്ടാ ഇന്ന് സൗദിക്കാരനും മിണ്ടാത്തത്, ബഹ്റൈൻകാരനും മിണ്ടാത്തത്, UAE-കാരനും മിണ്ടാത്തത്, കുവൈത്തുകാരനും മിണ്ടാത്തത്, ഇറാൻകാരനും മിണ്ടാത്തത്, ഇറാഖുകാരനും മിണ്ടാത്തത്. മിണ്ടാൻ പറ്റൂല.
ലാ യസ്തതീഉ അഹദും മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന്, ഈ അധികാരി വർഗത്തിൽ നിന്ന് ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ നാമധാരികളായി അധികാര കൊതിയിൽ അമർന്ന് ആനന്ദ നൃത്തം ചവിട്ടുന്ന ഈ നാമധാരികളായ മുസ്ലിം ഭരണകൂടങ്ങൾ ഈ യുദ്ധം നിർത്ത് എന്ന ഒരു വാക്ക് അവർ പറയുകയില്ല കേട്ടോ സഹാബത്തെ. നബിയുനാ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. പറയൂല, നിങ്ങൾ പേടിക്കണ്ട, പറയൂല. 11-ാം തീയതി തീരുമാനം വെച്ചിരിക്കും, അപ്പോഴത്തേക്ക് എല്ലാം ഫതഹാവും. 11-ാം തീയതി തീരുമാനത്തേക്ക് നാല് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ 4 സമുദായത്തിലെ 4 പേര് ഒന്ന് കൈ ഉയർത്തി നിർത്തടാന്ന് പറഞ്ഞാൽ നിർത്തും. പക്ഷെ പറയൂല അവര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ, പറയൂല. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാ ലാ യസ്തതിഉ വഹദും മിനൻ നാസ്. എത്രത്തോളം തുഅറഖുൽ ഉമ്മത്തു അർഖൽ അദീം, ഈ സമുദായത്തെ ഒരു വള്ളി കണ്ടിച്ചു മാറ്റുന്നത് പോലെ അവരുടെ കഴുത്തറുത്ത് കുഞ്ഞുമക്കളടക്കമുള്ളവരെ കഷണങ്ങളാക്കി വെട്ടിമാറ്റപ്പെടുമ്പോഴും ഈ സമുദായം അവിടെ നോക്കിക്കണ്ടിരിക്കും. ഇത് പാടില്ല, നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ്, അധർമ്മമാണ് എന്ന് പറയാൻ ഒരു അറബി സമൂഹവും അന്നത്തെ കാലത്ത് ഉണ്ടാവൂല. ഉണ്ടാകും, അവർ നോക്കുകുത്തികളെ പോലെയായിരിക്കും, അനങ്ങാൻ കഴിയൂല സഹാബത്തെ. ശരിയല്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, ലയകൂനന്ന ബിശാമി ഫിത്നത്തുൻ വഅൻതും നാദിമൂൻ അൻ ജൂഇൻ ശദീദിൻ ഫയകൂനു റീഹുൽ ഖുബ്സി അത്യബ മിൻ റീഹിൽ മിസ്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരും, അന്ന് ഈ ഷാമിലെ മക്കൾ, അതായത് ഇന്ന് അനുഭവിക്കുന്ന ഈ ഫലസ്തീനിന്റെ മക്കൾ, ഒരു റൊട്ടി കഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, വിശന്ന് പട്ടിണി കിടന്ന് നിലവിളിക്കുന്ന ഒരു കാലഘട്ടം വരും. ആരെങ്കിലും അയൽ രാജ്യത്തിൽ നിന്ന് വലിച്ചെറിയുന്ന റൊട്ടി കഷണത്തിന്റെ ഒരംശമെങ്ങാനും അവർക്ക് കിട്ടിയാൽ മിസ്കിനേക്കാൾ, കസ്തൂരിയേക്കാൾ അവർക്ക് ആ ഉണങ്ങിയ റൊട്ടി കഷണമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു കാലം വരും. ആ കാലല്ലേ? വെള്ളമുണ്ടോ? വഅൻതും നാദിമൂൻ, നിങ്ങൾ വിഷമിക്കും, അവർ പട്ടിണി കിടക്കുന്നത് കൊണ്ട്. വെള്ളമില്ല, കഴിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഉമ്മമാർക്ക് മുല കൊടുക്കാൻ പാലില്ല. അറബികൾ നോക്കിക്കണ്ട് ആടിനെയും പുഴുങ്ങി ഒട്ടകത്തെയും പുഴുങ്ങി വിശാലമായി അവർ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമുദായത്തിലെ സമൂഹമാണ് കുഞ്ഞുമക്കളടക്കം ബോംബ് പൊട്ടി, കുഞ്ഞുമക്കളടക്കം തലയോട്ടി പൊട്ടി പിളർന്ന്, ഗർഭിണികള്, ഉമ്മമാര്, പെങ്ങന്മാര്, മസ്ജിദുകൾ, മദ്രസകൾ എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോ നമ്മുടെ സമുദായം നല്ല ആട് പുഴുങ്ങിയിരുന്ന് കബ്സ അടിക്കുകയാ. നല്ല കബ്സ, ആടിന്റെ മട്ടന്റെ കബ്സ. ആ സമുദായം തിന്നാനും കുടിക്കാനും വഴിയില്ലാതെ കിടക്കും. വഅൻതും നാദിമൂൻ, നിങ്ങൾ ദുഃഖിക്കുമത്രേ. നിങ്ങൾക്ക് വെള്ളം കിട്ടാതെ നിങ്ങൾ ദുഃഖിക്കുമത്രേ, നിങ്ങൾ വിഷമിച്ച് നിങ്ങൾ ദുഃഖിക്കുമത്രേ. അങ്ങനെ ഒരു കാലഘട്ടം വരും എന്റെ സമുദായത്തിന്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അത് യാഥാർത്ഥ്യമായി പുലരുക തന്നെ ചെയ്യും, ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചരിത്രത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തൊന്നുമില്ല. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സഹാബാക്കളുമായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ ഷാമിന്റെ ഭാഗത്തേക്ക് കൈ ഉയർത്തിട്ട് പറഞ്ഞു, ഫനഹാഹ ബിശ്ശാം. ഷാം എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഫലസ്തീൻ, സിറിയ, ജോർദാൻ, ഈജിപ്റ്റ് അടങ്ങുന്ന ഈ സ്ഥലങ്ങൾ, ഇതെല്ലാം ആ ഷാമിൽ പെട്ടതാണ്. ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് അദുവുൻ യജ്മഊന ലിഅഹ്ലിൽ ഇസ്ലാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ദേ ആ ഭാഗത്ത് നിന്ന് ഇസ്ലാമിനെ തകർക്കാൻ ഒരു വിഭാഗം തയ്യാറായി നിൽപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്ക് കേട്ടിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ ഷാമിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കിട്ട് പറഞ്ഞ കാര്യമാണ്.